ഗൈസ്, ഞാൻ ഇൻട്രോ എടുത്തെടുത്ത് കാരണം എടുത്തിട്ട് ഒന്നും ശരിയാവത്തില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു വഴക്കിട്ടതിന് ശേഷം നിങ്ങളാണോ കുറച്ച് വാശിയൊക്കെ പിടിച്ചിട്ട് ഞാൻ മിണ്ടില്ല, അവനിങ്ങോട്ടോ അല്ലെങ്കിൽ അവനിങ്ങോട്ടോ ഒന്ന് മിണ്ടട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറാണോ അങ്ങനെയുള്ളത്? ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് നോക്കാം. അപ്പോൾ ഹാക്ക് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വന്നിട്ട് നിങ്ങളെ ബോധർ ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾ കുറച്ച് സങ്കടത്തിലാണ്, വിഷമത്തിലാണെന്നൊക്കെ വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വന്നിട്ട് അത് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ വന്നിട്ട് ചോദിക്കണം, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു സൈക്കിക് പവറോ അല്ലെങ്കിൽ ഒരു മാന്ത്രിക ശക്തിയൊന്നും ഇല്ല നിങ്ങളെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്നും പറയാണ്ടിരുന്നിട്ട് അത് മനസ്സിലാക്കി വന്ന് ചോദിക്കണം എന്നുള്ളത് കുറച്ച്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വിഷമ സങ്കടമൊക്കെ വന്ന് ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറ് പിടിച്ചടയ്ക്കുന്നു, അല്ലെങ്കിൽ റൂമിൻ്റെ ഡോറ് പിടിച്ചടയ്ക്കുന്നു, ഇപ്പം കിച്ചണിലേക്ക് ചെന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ വലിച്ചു വരി എറിയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ എന്തെങ്കിലും പാത്രം കൂടി പറയണം, എന്നാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. വാശിയും കാര്യങ്ങളൊന്നും പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ആവുന്നത് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്തായാലും മാതൃന്ന് പറഞ്ഞേ ശരിയാവുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്തിട്ടുള്ളവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഹാക്ക് നമ്പർ 2 അതാണ് റോസ്റ്റ് ആൻഡ് ടോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ റോസ്റ്റ് ചെയ്യണം കളിയാക്കണമെങ്കിലും അതിന് കൂടെ തന്നെ ഒരു കോംപ്ലിമെൻ്റ് കൂടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ രാത്രി നിങ്ങൾ വല്ല കൗച്ചിൽ അല്ലെങ്കിൽ വെളിയിൽ വരാന്തയിലൊക്കെ ബെഡ്ഷീറ്റും തലയാണയും കൊണ്ട് അവിടെ പോയി കിടക്കേണ്ടി വരും. ഇപ്പം സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ പറയാണ്, നീ ഇന്നലെ ഉണ്ടാക്കിയ ഫുഡ് കൊള്ളത്തില്ലായിരുന്നു, അത്ര പോരായിരുന്നു, പക്ഷേ ഇന്ന് നിന്നെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പം ഇതുപോലെ ഒരു കളിയാക്കൽ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് കളിയാക്കി കഴിഞ്ഞാൽ അതിനൊപ്പം ഒരു കോംപ്ലിമെൻറ്റും കൂടെ പറയാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും കളിയാക്കൽ മാത്രമാണെങ്കിൽ അതെന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ വല്ല വെളിയിലാണ് പോയി കിടക്കേണ്ടി വരും ലാസ്റ്റ്. ഇനി ഹാക്ക് നമ്പർ 3 എന്ന് പറയുന്നത് 5 സെക്കൻഡ് ഹഗ് ട്രിക്കാണ്. എന്തിനാ 5 സെക്കൻഡ് ഹഗ് ചെയ്യണമെന്ന് പറയുന്നത്? കാരണം അത്രയും നേരം ഹഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ നമുക്ക് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ഒരു മൂഡ് തന്നെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് എവറി ഡേ ഒരു 5 സെക്കൻഡ് ഹഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങളൊരു വഴക്കുണ്ടാക്കി ഒരു ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഹഗ് ചെയ്യാനായിട്ട് മറക്കരുത്. ട്രസ്റ്റ് മീ, ഇൻസ്റ്റൻ്റ്ലി നിങ്ങളുടെ മൂഡ് തന്നെ ചേഞ്ച് ആവും. ഇത് ട്രൈ ചെയ്തിട്ട് വർക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. ഇനി 5 സെക്കൻഡ് ഹഗ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ മറ്റേ ഫോണിൽ 5 സെക്കൻഡ് കറക്റ്റ് വെച്ചിട്ട് 5 സെക്കൻഡ് ഹഗ് ചെയ്തു എന്നുള്ള രീതിയിലല്ല. നിങ്ങൾ സാധാരണ ഇപ്പോൾ ജസ്റ്റ് ചെന്ന് ഹഗ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ലോങ് ആയിട്ടൊരു ഹഗ് കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ അടുത്തില്ലാത്ത ആൾക്കാരാണ്, കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിപ്പം രാവിലെ എണീറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡ് എങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ഇമോജീസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഇനി അടുത്ത ഹാക്കാണ് പറയുന്നത് സർപ്രൈസ് കൊടുക്കാന്ന് പറയുന്നത്. സർപ്രൈസ് എന്ന് പറയുമ്പം ബർത്ത്ഡേക്ക് മാത്രമല്ല നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം നിങ്ങളൊരു ഷോപ്പിൽ ചെന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് നിങ്ങൾക്ക് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു ടൈം വരുമ്പോൾ അത് എടുത്ത് ഇങ്ങനെ സർപ്രൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ സർപ്രൈസ് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം മേടിച്ച് കൊടുത്തിട്ട് മാത്രമല്ല സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പം നിങ്ങൾക്ക് ചെറിയ ചെറിയ മറ്റേ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട്, ഇപ്പം ഐ ലവ് യു എന്നോ അല്ലെങ്കിൽ ഐ മിസ്ഡ് യു എന്നോ ഒക്കെ എന്തെങ്കിലും എഴുതിയിട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട് ടുഡേ ആൻഡ് സോ അനോയിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്റ്റിക്കി നോട്ട്സ് കൊടുക്കാം. അപ്പോൾ അത് കാണുമ്പോഴും നമുക്ക് പെട്ടെന്നൊരു ഹാപ്പിനെസ് പോകും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാൻ അങ്ങനെ സർപ്രൈസ് കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിട്ട് കുറച്ച് ഫുഡ് കഴിക്കുന്നത്, അതെല്ലാം സർപ്രൈസിൽ വരുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന കാര്യമാണ് ഇപ്പം ചെറിയൊരു ടൈം കിട്ടിയാൽ പോലും നമ്മൾ ഫോണിലിരിക്കാമെന്ന് പറയുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങളുടെ ഫോൺ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊടുത്ത് അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഗൈസ്, ഹോണസ്റ്റായിട്ട് പറയണം, ഒരു 30 മിനിറ്റെങ്കിലും ഫോൺ മാറ്റി വെക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ എന്നുള്ളത്. ഇനി അടുത്ത ഹാക്കാണ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാമെന്ന് പറയുന്നത്. ഇപ്പോൾ അവർ വിചാരിക്കാതെ ഇരിക്കുമ്പം എന്താ കോംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ വിചാരിക്കാത്തൊരു സിറ്റുവേഷനിൽ അവരൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് എന്ന് വെച്ചൊന്ന് പറഞ്ഞു നോക്ക്, നീ ദേഷ്യപ്പെട്ടിരിക്കുന്നത് കാണാനായിട്ട് അല്ലെങ്കിൽ നിൻ്റെ ഫേസ് കാണാനായിട്ട് എന്ത് രസമാണെന്നുള്ളത്.
അപ്പം നല്ല മൂഡാണെങ്കിൽ അതോടെ എല്ലാം തീരുമാനമാകും. അടുത്ത ഹാക്കാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു ന്യൂ തിങ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പം എക്സ്പീരിയൻസ് ഇപ്പം എപ്പോഴും നമ്മളിപ്പോൾ വർക്ക് ലൈഫ് അങ്ങനെ ഒരു ബോർ ലൈഫായിട്ട് അങ്ങനെ പോകാണ്ട് ഇപ്പം നമുക്ക് ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ പറ്റുന്നവർക്ക് ഓക്കെ, മാസത്തിലൊരിക്കലൊക്കെ നമുക്കൊരു ന്യൂ സംഭവം എക്സ്പീരിയൻസ് ചെയ്യാം. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റാൻഡമായിട്ട് നിങ്ങൾക്കൊരു റോഡ് ട്രിപ്പ് എടുക്കുക, അല്ലെങ്കിൽ എന്താ പുതിയ നിങ്ങൾ പോയി ട്രൈ ചെയ്യാത്ത രീതിയിലുള്ള പുതിയ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയി ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ഡിഷ് ട്രൈ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്ന ന്യൂ തിങ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്തായിരിക്കും ട്രൈ ചെയ്യുക എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ട്രിക്കാണ് ഫൈറ്റ് റീസെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് അധികം നേരം അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കരുത്, അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഫൈറ്റൊക്കെ ഓക്കെയാണ്, കാരണം നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരും സ്റ്റോപ്പ് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ ഒരു മുൻകൈ എടുത്തിട്ട് ഒന്ന് ഒരു പോസ് കൊടുക്കുക. അപ്പം ഫൈറ്റിന് ശേഷം നിങ്ങൾ ചെന്നിട്ട് വെറുതെ ഒരു സോറി പറയാണ്ട് ഇപ്പം നിങ്ങൾക്ക് പറയാം നിങ്ങൾ എന്ത് കാരണത്തിലാണ് ഫൈറ്റ് ചെയ്തത്, ആ ഫൈറ്റിൻ്റെ കാരണം പറഞ്ഞിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണം വന്ന് അതുകൊണ്ട് നീയും അങ്ങനെ ആയി, അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഫൈറ്റ് ഉണ്ടായത്, അതുകൊണ്ട് സോറി എന്ന് പറയാം. അപ്പോൾ എന്താണെന്നുള്ള കാര്യം പറഞ്ഞ് സോറി പറയുക. പിന്നെ അതിനുശേഷം ഹഗ് ചെയ്യാനായിട്ട് മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൂഡ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കുള്ളപ്പോൾ മാത്രമല്ല, നിങ്ങൾ പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ അടുത്ത് കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വാക്കുകളിലൂടെ, അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സീക്രട്ട് കോഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് അടുത്ത ഹാക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഇപ്പോൾ പല ആൾക്കാർക്കും കുറച്ച് ആൾക്കാരുടെ അടുത്തുള്ളപ്പോൾ വന്നിട്ട് ഐ ലവ് യു എന്ന് അല്ലെങ്കിൽ ഐ മിസ് യു എന്നൊക്കെ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നാണക്കേടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കുറച്ച് സീക്രട്ട് വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അപ്പം സീക്രട്ട് വേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കാവുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനുള്ള കുറച്ച് ടൈനി കുഞ്ഞു ഹാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഏത് ട്രൈ ചെയ്യും, ഏത് ട്രൈ ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.